മാംഗല്യം 89. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. വൈകുന്നേരം മോളെ മേല് തുടച്ച് ആഹാരം കൊടുത്ത് പുറത്തേക്കിറങ്ങാൻ നേരമാണ് സീതമ്മയും ശ്രീധരൻ മാമനും വീട്ടിലേക്ക് കയറി വന്നത്. കുഞ്ഞിപ്പെണ്ണിനെ കണ്ടതും അവർ ഓടി വന്നവളെ വാരിയെടുത്തു. മുത്തശ്ശിയുടെ കുഞ്ഞിന് വയ്യായിരുന്നു അല്ലേ? പറഞ്ഞതല്ലേ മഴയത്ത് കളിക്കരുതെന്ന്. അതെങ്ങനെയാ? അച്ഛൻ അനുസരണ ഉണ്ടായാലല്ലേ മോൾക്കുണ്ടാവുള്ളൂ. അവരാ കുഞ്ഞിപ്പെണ്ണിന്റെ തുടയിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് ഇത്തിരി ശാസന കലർന്ന ശബ്ദത്തോടെ പറഞ്ഞതും അതുവരെ അവരുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണ് പിണക്കം കാണിച്ചുകൊണ്ട് നേരെ ശ്രീധരന്റെ കയ്യിലേക്ക് ചാടി. മുത്തശ്ശി കൊള്ളില്ല ഷിയപ്പൂപ്പ. പറഞ്ഞുകൊണ്ട് അവരെ നോക്കി കോക്കറി കാണിക്കുന്ന കുഞ്ഞിനെ ചിരിച്ചുകൊണ്ടാണ് ശ്രീധരൻ തോളിലേക്ക് എടുത്തു വെച്ചത്. അല്ലേലീ മുത്തശ്ശി കൊള്ളില്ലെന്ന് എനിക്ക് അറിയാൻ പൊന്നെ. ആ മുത്തശ്ശ കൊള്ളില്ല. പറഞ്ഞുകൊണ്ട് പെണ്ണ് പിന്നെയും സീതയെ മൂക്കും മുഖവും കാണിച്ചതും അടുത്തിരുന്ന മാഷച്ചൻ കുഞ്ഞിനെ വിലക്കി. പൂവേ, ഇങ്ങനെയാണോ മുത്തശ്ശിയോട് കാണിക്കുന്നത്? ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞ മുത്തശ്ശനെ കേൾക്കേണ്ട താമസം ആ കുഞ്ഞു ചുണ്ടകൾ വിതുമ്പാൻ തുടങ്ങി. അത് കണ്ടതും സീത പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് വന്നു. മാഷൊന്ന് പോയേ, വെറുതെ കുഞ്ഞിനെ കരയിച്ചു. സീത ഓടിപ്പോയി കുഞ്ഞിന്റെ കയ്യിൽ നിന്നും മാഷിനോട് വഴക്ക് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ട് മാഷിനെ കൈചൂണ്ടി വിറപ്പിച്ചു. അത് കാണേണ്ട താമസം അതുവരെ കള്ളക്കരച്ചിലിൽ മുഖം പൊത്തിയിരുന്നവൾ മാഷിനെ നോക്കി പിന്നെയും കോക്കറി കാണിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം കുരുത്തക്കേടായിട്ടുണ്ട് അവക്ക്. കണ്ടില്ലേ, ഇപ്പൊ എന്ത് പറഞ്ഞാലും ഈ കൊഞ്ഞനം കൊത്തലാണ് ആളുടെ മെയിൻ. കണ്ണൊക്കെ ഇത്തിരി കൂർപ്പിച്ച് അവളെ വഴക്കു പറയും പോലെ ആയിരുന്നു മാഷിന്റെ സംസാരം. താനൊന്ന് പോയിടൂ. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കുരുത്തക്കേട് കാണിക്കാതെ പിന്നെ നമ്മളോടാണോ ഇതൊക്കെ കാണിച്ചു നടക്കേണ്ടത്? ശ്രീധരനും അതിനൊപ്പം ചേർന്നതും മാഷ് വെറുതെ ഒന്ന് തലകുലുക്കി. ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശിയുടെ മോക്ക്? പനിയൊക്കെ മാറിയോ? ചോദിച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ ഒന്ന് കൊഞ്ചിച്ചു ശ്രീധരൻ. അത് കേട്ടതും കുഞ്ഞരിപ്പല്ലുകൾ കാട്ടി കുഞ്ഞിപ്പെണ്ണ് മനോഹരമായി ചിരിച്ചു. എന്റെ ഉവ്വാവെല്ലാം മാറി ഷിയപ്പൂപ്പ, ഈ മുത്തശ്ശനാ പനി. പെണ്ണ് ഇത്തിരി കുറുമ്പോടെ പറഞ്ഞതും ശ്രീധരൻ മുന്നിൽ നിൽക്കുന്ന മാഷച്ചനെ നോക്കി. താൻ എന്നെ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവള് ചുമ്മാ ഓരോന്നിങ്ങനെ പറയുന്നതല്ലേ. അതും പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഇരുന്നതും അടുക്കളയിൽ നിന്നവൾ അപ്പോഴാണ് പുറത്തേക്ക് വന്നത്. കയ്യിൽ 3 പേർക്കുള്ള ചായയും ഉണ്ടായിരുന്നു. അവൾ ആ ചായ സോഫയിലേക്ക് വെക്കുന്ന നേരം തന്നെ കുഞ്ഞിപ്പെണ്ണ് അവളുടെ ദേഹത്തേക്ക് ചാടിക്കയറി. കണ്ണുവിന്റെ പൊന്ന് അടങ്ങിയിരുന്നേ, അല്ലെങ്കിൽ ഇനിയും പനി കൂടും. അത് കേട്ടതും കുഞ്ഞിപ്പെണ്ണ് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് സോഫയിലേക്ക് കയ്യും കെട്ടിയിരുന്നു. കണ്ണുവിന്റെ പൊന്ന് അടങ്ങിയിരുന്നാലല്ലേ നാളെ പനി മൊത്തത്തിൽ മാറത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അച്ഛ ഇന്ന് കൊണ്ടുപോയ പോലെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കില്ലേ? അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്താൽ കണ്ണുവിന്റെ പൊന്നിന് വേദനിക്കില്ലേ? അതുകൊണ്ടല്ലേ കണ്ണു പറഞ്ഞത് അടങ്ങിയിരിക്കാൻ. അത് കേട്ടതും പിണങ്ങിയിരുന്ന കുഞ്ഞിപ്പെണ്ണ് അവളെ കണ്ണുകൾ മാത്രം ഉയർത്തിയൊന്ന് നോക്കി. സത്യവാടാ പൊന്നെ, അതുകൊണ്ട് മാത്രമാ കണ്ണു പറഞ്ഞത്. കുഞ്ഞിപ്പെണ്ണിന് ഇഞ്ചക്ഷൻ വെച്ചാൽ കണ്ണുവിന് സങ്കടം വരും. കണ്ണു കരയുന്നത് കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടാണോ? അവൾ അത് ചോദിക്കേണ്ട താമസം അല്ലെന്നും പറഞ്ഞുകൊണ്ട് പൂവ് അവളുടെ 2 കവിളിലും കെട്ടിപ്പിടിച്ച് നിറയെ ഉമ്മ വെച്ചു. അത് കണ്ടതും ചുറ്റും കൂടിയിരുന്ന 3 പേരുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. കണ്ണുവിന്റെ പൊന്നു വന്നേ, കണ്ണു പൊന്നിന് നല്ല ചൂട് ദോശ ചുട്ടുവെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇച്ചിരി കഴിക്കാൻ കേട്ടോ. പൂവിനെ വാരിയെടുത്ത് ഏണിൽ വെച്ച് അവിടെ ഇരുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പെണ്ണ് അവളുമായി അടുക്കളയിലേക്ക് പോയി. രണ്ടും ചേർന്നാൽ നല്ല അംഗമാണ്. ഇന്നിപ്പോ പൂവിന് വയ്യാത്തത് കൊണ്ടാണ് ഈയൊരു ശാന്തത. അകത്തേക്ക് പോകുന്നവരെ നോക്കിക്കൊണ്ട് മാഷത് പറഞ്ഞതും മറ്റുള്ളവരും ഒന്ന് തലകുലുക്കി. അതൊക്കെ പോട്ടെ, ഹരിയില്ലേ ഇവിടെ? അകമാകെ നോക്കിയ സീതയാണത് ചോദിച്ചത്. ഓ ഉണ്ട്, ഉച്ചയ്ക്ക് വന്നപ്പോൾ കഴിച്ചും കൊണ്ട് കയറി കിടന്നതാണ്. ഇപ്പൊ തന്നെ 2 തവണ പോയി വിളിച്ചപ്പോൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും കിടക്കുക. എന്തു പറ്റിയോ ആവോ, സാധാരണ ഇങ്ങനെയൊരു കിടപ്പൊന്നും അവന്റെ ഭാഗത്ത് ഇല്ലാത്തതാണ്. മാഷ് അല്പം ആശങ്കയോടെയാണ് അകത്തെ മുറിയിലേക്ക് നോക്കി അത് പറഞ്ഞത്. ഇനിയിപ്പോ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ കിടന്ന് അവന് പനിയായോ മാഷേ? ആശങ്കയോടെയാണ് സീത അത് ചോദിച്ചേ. അത് കേട്ടതും മാഷിനും വല്ലാത്തൊരു വെപ്രാളം തോന്നി. ഏയ്, പനിയൊന്നുമല്ല, ഉറക്കം വരുന്നു എന്നാണ് കുറച്ചു മുന്നേ ഞാൻ പോയി വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇത് ഇന്നലെ രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞതിന്റെ വല്ല ആവും. സ്വയം സമാധാനിപ്പിക്കും പോലെയാണ് മാഷത് പറഞ്ഞത്. അപ്പോഴാണ് അകത്തു നിന്നും കൺമണി മോളുമായി പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവരാ സംസാരം അവിടെ അങ്ങ് നിർത്തി. അകത്തെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവള് വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കി. ഇതിനിടയിൽ മുത്തശ്ശിയുടെ കൂടെ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവർക്കൊപ്പം പോയി. എന്നാൽ വിളക്ക് കത്തിക്കുന്ന നേരമായിട്ടും അവൻ ഇറങ്ങി വരുന്നില്ല എന്ന് കണ്ടാണ് അവൾ വീണ്ടും മുറിയിലേക്ക് ചെന്നത്. സാധാരണ എത്ര ഉറങ്ങിയാലും വൈകുന്നേരമാകുമ്പോൾ തനിയെ എഴുന്നേറ്റ് വരുന്നവനാണ്.
ഇതിപ്പോൾ അച്ഛനും താനും ആളാം വെക്കം ചെന്ന് വിളിച്ചിട്ടും അവൻ ഒരേ മടി പിടിച്ചുള്ള കിടത്തം. അവൾ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ഇരുട്ട് പടർന്ന മുറിയിലെ ലൈറ്റിട്ടു. അപ്പോഴും കമിഴ്ന്നടിച്ചവിടെ കിടപ്പാണ്. ഈ നന്ദേട്ടൻ ഇത് എന്തുറക്കമാ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ തോളിൽ പിടിച്ചതും, നന്ദേട്ടാ, അവന്റെ ശരീരത്തേക്ക് കൈ തൊട്ടപ്പോൾ അറിഞ്ഞ ചൂടിൽ അവൾ പേടിച്ചു. നന്ദേട്ട എഴുന്നേറ്റേ. വിഷമിച്ചുകൊണ്ട് പെട്ടെന്ന് കൈയെടുത്ത് അവൾ ഒന്നുകൂടി വിളിച്ചതും അവൻ കണ്ണുകൾ മെല്ലെ തുറന്നു. ഒപ്പം അവളെ ഒന്ന് നോക്കാൻ വേണ്ടി തിരിഞ്ഞു കിടക്കാൻ നോക്കിയതും പറ്റില്ലെന്ന് തോന്നി ഹരിക്ക്. അത്രയും ശരീരവേദന. അതേസമയം ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും പാടുപെടുന്നവനെ കണ്ട് അവൾക്ക് വല്ലാത്ത വെപ്രാളമായി. വയ്യേ നന്ദേട്ടാ? അവള് തോളിൽ പിടിച്ചുകൊണ്ട് അവനെ മെല്ലെ തിരിച്ചു കിടത്തും വഴി ചോദിച്ചു. എന്തു പറ്റി നന്ദേട്ടാ? ഒട്ടും പാടില്ലേ? അവളത് ചോദിക്കാൻ കാത്തിരുന്ന പോലെ അവൻ അവളുടെ കൈയെടുത്ത് കവളിലേക്ക് വെച്ചു. ദൈവമേ, നല്ല ചൂടുണ്ടല്ലോ, പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൾക്കുള്ളിൽ അതുവരെ ഇല്ലാതിരുന്നൊരു വല്ലാത്ത വെപ്രാളം ഇരച്ചു കയറി. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ അറിയാതെ പെണ്ണ് കുറച്ചുനേരം അവന്റെ മുഖം കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് നിന്നു. പിന്നെ പെട്ടെന്നെന്തോ ഓർത്തപോലെ നേരെ അടുക്കളയിലേക്ക് ഓടി. ഒരു ബൗളിൽ ഐസ് ക്യൂബ്സ് ഇട്ട് തണുത്ത വെള്ളവുമായി കയറി വന്നു. കയ്യിലിരുന്ന വെള്ളത്തുണി അതിൽ പിഴിഞ്ഞ് അവന്റെ നെറ്റിയിലേക്ക് വെച്ച് നിമിഷം കഴിയും മുന്നേ തന്നെ അത് ഉണങ്ങി വരുന്നത് കണ്ടതും അവൾക്ക് മനസ്സിലായി പനി നല്ലോണം കൂടിയിട്ടുണ്ട് എന്ന്. ഇതിനിടയിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവളെ കണ്ടുകൊണ്ടാണ് മാഷച്ചൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നത്. എന്താ മോളെ, എന്തു പറ്റി? ചോദ്യത്തോടെ അകത്തേക്ക് ചെല്ലുന്ന അദ്ദേഹം കാണുന്നത് കരഞ്ഞുകൊണ്ട് മുഖം അമർത്തി തുടയ്ക്കുന്നവളെയാണ്. വല്ലാത്തൊരു വെപ്രാളത്തോടെ അദ്ദേഹം ഓടിക്കൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നു. എന്താ കൺമണി, എന്താ മോളെ കരയുന്നേ? മറുപടി ഏതും പറയാതെ അവളുടെ കണ്ണുകൾ പോയത് കട്ടിലിൽ കിടക്കുന്നവന് നേരെയാണ്. ത്രിസന്ധിയായിട്ടും ഇവനെന്താ ഇങ്ങനെ കിടക്കുന്നത്? എഴുന്നേൽക്കാൻ ഉദ്ദേശമൊന്നുമില്ലേ? ചോദിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് അടുത്തിരിക്കുന്ന പാത്രവും അതിൽ നനച്ചു വെച്ചിരിക്കുന്ന തുണിയും കാണുന്നത്. എന്തു പറ്റി മോളെ, പനിയായോ ഇവന്? വെപ്രാളത്തോടെ അദ്ദേഹം അവനരികിലേക്ക് ഇരുന്ന് നെറ്റിയിലേക്ക് കൈവച്ചതും പൊള്ളുന്ന ചൂട്. ഭഗവാനെ, നല്ല പനിയാണല്ലോ. മോളൊരു കാര്യം ചെയ്, വേഗം ഡ്രസ് ചെയ്. ഇവന് പനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റതും മണിക്കുട്ടി അച്ഛന്റെ കയ്യിൽ പിടിച്ചു. അച്ഛൻ, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഞാൻ ആൽബിച്ചനെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ മോളെ, എനിക്ക് കൊണ്ടുപോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവനെ. കട്ടിലിൽ കിടക്കുന്നതിന്റെ നെറ്റിലേക്ക് തുണി നനച്ചിരുന്നവളോടായി അദ്ദേഹം പറഞ്ഞതും അവൾ വല്ലാത്തൊരു സങ്കടത്തോടെ അയാളെ നോക്കി. അയ്യേ, നീ എന്താ പെണ്ണെ ഇങ്ങനെ? ഒരു കുഞ്ഞു പനിക്കാണോ ഇങ്ങനെ കണ്ണു നിറച്ചു നിൽക്കുന്നത്? അദ്ദേഹം അവളുടെ തലയിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് പറയുമ്പോഴും പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. അയ്യേ, ഇത്രയും ചെറിയൊരു പനിക്കാ നീ ഇങ്ങനെ കരയാൻ നിൽക്കുന്നെങ്കിൽ നാണക്കേടാണ് പെണ്ണെ കേട്ടോ. മാഷച്ചൻ അവളെ കളിയാക്കും പോലെയാണ് അത് പറഞ്ഞതെങ്കിലും അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിലെ സങ്കടമത്രയും. അത് കാണാൻ വയ്യ എന്ന പോലെ അദ്ദേഹം പുറത്തേക്ക് നടന്നു. ആൽബി വേഗം വരുമായിരിക്കും അല്ലേ? പോകും വഴി അദ്ദേഹം തിരിഞ്ഞു നിന്ന് അവളോട് ചോദിച്ചു. അതല്ല, അവൻ ഇനി വരാൻ താമസമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഹരിയെ കൊണ്ടുപോകാം കേട്ടോ. പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ നോക്കിക്കൊണ്ട് അവൾ പിന്നെയും തുണി നനച്ചവന്റെ നെറ്റിയിൽ ഇടാൻ തുടങ്ങി. ഇതിനിടയിൽ മാഷച്ചൻ പിന്നെയും തിരികെ വന്നു. മോൾ ഒരു കാര്യം ചെയ്, അവനൊരു ടീഷർട്ട് ഇട്ടു കൊടുക്ക്. ആൽബി വരുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാമല്ലോ. അത് കേട്ടത് മണിക്കുട്ടി ഓടിപ്പോയി അലമാര തുറന്ന് ഇത്തിരി വലിപ്പമുള്ള ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് വന്നു. നന്ദേട്ടാ, എഴുന്നേൽക്കോ? അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവള് മെല്ലെ ചോദിച്ചു. അതിനവൻ വെറുതെ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. നന്ദേട്ട, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, ഒന്ന് എഴുന്നേൽക്ക്. കരഞ്ഞുകൊണ്ടുള്ള ഇത്തവണത്തെ അവളുടെ വിളിയിൽ അവൻ എങ്ങനെയൊക്കെയോ കണ്ണ് വലിച്ചു തുറന്നുകൊണ്ട് അവളെ നോക്കി. ഒട്ടും വയ്യേ നന്ദേട്ടാ? ചോദിക്കുന്നതിനൊപ്പം പെണ്ണവന്റെ നെഞ്ചിലേക്ക് വീണു. ഇതൊന്നും കുഴപ്പമില്ല കണ്ണേ, എനിക്ക് പ്രശ്നമില്ല. പറയുമ്പോൾ അവന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നെങ്കിലും തന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നവളുടെ കണ്ണുനീര് നൽകുന്ന വിഷമം അപ്പോഴാ നിമിഷം അവന് മറ്റെല്ലാത്തിനേക്കാളും വലുതായിരുന്നു. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മെല്ലെ എഴുന്നേറ്റു. പെണ്ണ് അവനെ ഒന്ന് പിന്നിലേക്ക് ചായച്ചിരുത്തിക്കൊണ്ട് തന്നെ വേഗം ആ ടീഷർട്ട് ധരിപ്പിക്കാൻ നോക്കി. പറഞ്ഞതല്ലേ ഞാൻ മഴ കൊണ്ടപ്പം. അതെങ്ങനാ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സന്നെയുണ്ടോ അച്ഛനും മോക്കും? എന്നിട്ടിപ്പോ എന്തായി? പനിയായില്ലേ? എന്നെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ? അച്ഛനും മോക്കും ഒക്കെ അഹങ്കാരാണ്. നോക്കിക്കോ, ഇതൊക്കെ ഒന്ന് മാറട്ടെ. രണ്ടിനോട് ഞാൻ മിണ്ടില്ല. എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി വെക്കുന്നതാ ഇതെല്ലാം. അവനെ ആ ടീഷർട്ട് ഇട്ടുകൊടുക്കും വഴി പെണ്ണ് പിന്നെയും പിന്നെയും പരിഹാരം പറയുന്നുണ്ടായിരുന്നു. ഒപ്പം കരഞ്ഞുകൊണ്ട് മൂക്കും മുഖവും പുറവും ഒക്കെ ഇങ്ങനെ കൈകൊണ്ട് തുടയ്ക്കുന്നുണ്ട്. എന്നാൽ ആ നേരം അത്രയും ഹരിയുടെ കണ്ണുകൾ ആ പെണ്ണൊരുത്തിയിൽ മാത്രമായിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ വഴക്ക് പറയുന്നവളെ ആ നിമിഷം വല്ലാത്തൊരു ആഗ്രഹത്തോടെ നോക്കിയിരുന്നു പോയി ഹരി. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് നാളെ കാണാമേ.
കഥ ഇഷ്ടാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുവോ? ഒത്തിരി പേര് വായിക്കണം, കേൾക്കണം ഒക്കെയുണ്ട്. പക്ഷെ സപ്പോർട്ട് ഭയങ്കര കുറവ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.